പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സാദിഖ് കോഴിക്കോട്. ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നത് ഈ ലോകത്തിൻ്റെ നാഥൻ നമ്മോട്, മനുഷ്യ കുലത്തിനോട് പ്രധാനമായും പറയുന്നത് എന്ത് എന്നുള്ള ചിന്തയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ പേര് തന്നെ നിഷ്കളങ്കതയാണ്. ഇഖ്ലാസ് എന്ന സൂറത്തിൽ തുടങ്ങുന്നത് തന്നെ അല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ടാണ്. സഹോദരന്മാരെ, ആ ഒരൊറ്റ വചനം നാം മനുഷ്യർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അത് ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. മനുഷ്യനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു അഹദാണ്. ലോകത്തിൽ ഒരു തുല്യതയുമില്ലാത്ത സംസാരമാണ് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. ലോകത്ത് ഒരു വസ്തുവും ഏകനായിട്ടില്ല. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ചേതനയും അചേതന വസ്തുക്കളും നമ്മുടെ പ്രകൃതിയും ഒക്കെ തന്നെ, രാവും പകലും, സൂര്യനും ചന്ദ്രനും, ഇരുട്ടും വെളിച്ചവും, എന്ത് എടുത്തു നോക്കിയാലും മനുഷ്യവർഗ്ഗങ്ങളും ആറ്റവും എല്ലാം തന്നെ നാം പരിശോധിച്ച് നോക്കിയാൽ എല്ലാം ഇണകളായി സൃഷ്ടിച്ചു. അള്ളാഹു മാത്രമാണ് ഏകൻ. പരിശുദ്ധ ഖുർആൻ വഖാൽ റബ്ബുക്കും യദൂനി അസ്തജിബ് ലക്കും. അവനെയാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അസ്തജിബ് ലക്കും, അവന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി. തീർച്ചയായും ഒരു കൂട്ടർ അവർ കിബിർ നടിച്ചുകൊണ്ടിരിക്കുന്നു, അഹങ്കാരം നടിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവർ കിബിർ നടിച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുന്നു. സയദ്ഖുലൂന ജഹന്നമ ദാഹിരീൻ. അവരെ നാം നിന്ദ്യരായിട്ട് നരകത്ത് പ്രവേശിക്കും. സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ ഷെയ്ഖന്മാരും ഖോജമാരും അള്ളാഹുവിന് തുല്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ, ലോകത്ത് എന്നും കാണാത്ത, പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇതുവരെ കാണാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ താഴ്ന്നു പോയിരിക്കുകയാണ്. മറ്റുള്ള മതസ്ഥരെ പോലെ തന്നെ പൗരോഹിത്യത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ ഹൃദയത്തിലേക്ക് ആനയിക്കേണ്ട, ഹൃദയത്തിൽ നിന്ന് വന്ന് മനുഷ്യരിലേക്ക് നൽകേണ്ട പരിശുദ്ധ ഖുർആൻ പോക്കറ്റുകളിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ബുദ്ധിയും വിവേകവും നാം പണയം വെക്കേണ്ടതല്ല. അള്ളാഹുവിൻ്റെ കലാമിന്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യക്കാണ് നാം ബുദ്ധിയും വിവേകവും തവക്കൽ ചെയ്യേണ്ടത്. ഇന്ന് അല്ലദീന യദൂന മിൻ ദൂനില്ലാഹി. അള്ളാഹുവിനെ കൂടാതെ ദുആ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഖുർആൻ പറയാൻ, ഒരു വിഭാഗം ആളുകൾ ലാ യഖ്ലഖൂന ഷൈഅൻ വഹും യഖ്ലഖൂൻ. അവർ ഒന്നും തന്നെ സൃഷ്ടിച്ചില്ല. അള്ളാഹു അല്ലാത്ത ലോകത്ത് എന്ത് വസ്തുക്കളാവട്ടെ, ഏത് ഖോജയാവട്ടെ, അവരാരും തന്നെ ഒരു നിസാരമായ ഒരു ഈച്ചനെ, ഒരു കൊതുകിനെ, നിസാരമായി നിങ്ങൾ എന്താണോ കാണുന്നത് അതിനെപ്പോലും അവർ സൃഷ്ടിച്ചില്ല. ലോകത്തെ 820 കോടി മനുഷ്യർ കൂടിയാലും ഒരു നിസാരമായ ഈച്ചനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ ഇന്നും വെല്ലുവിളിച്ചിരിക്കുകയാണ്. സഹോദരന്മാർ, അംവാത്തൻ, അവർ മരിച്ചുപോയവരാണ്, അവർ നശിച്ചുപോയവരാണ്. ഗൈറാഹിയാൻ, അവർ ജീവിച്ചിരിക്കുന്നവരെയല്ല. ഒമായിഷറൂന അയ്യാനെ ഉപയോഗിച്ചു, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഖുർആൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ നാം സന്നദ്ധരാകുക. അതിനുവേണ്ടി നാം പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും നൽകിക്കൊണ്ട് നാം ജീവിതം സമ്പുഷ്ടമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.